നമസ്കാരം. കേരളത്തിലെ ലക്ഷക്കണക്കിന് മുതിർന്ന പൗരന്മാരുടെയും വിധവകളുടെയും ഭിന്നശേഷിക്കാരുടെയും ദൈനംദിന ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ സംവിധാനമാണ് ക്ഷേമ പെൻഷൻ പദ്ധതികൾ. 2026 കേരള സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളിൽ വന്നിരിക്കുന്ന യോഗ്യതാ മാനദണ്ഡങ്ങൾ, വരുമാന പരിധി, ആസ്തി പരിധി, വാഹന പരിധി, പരിശോധന പ്രക്രിയയിലെ കർശന മാറ്റങ്ങൾ, പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ എന്നിവയെല്ലാം ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ. ഇതുകൂടാതെ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താം. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. കേരള സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ മിഷൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ധനകാര്യ വകുപ്പ് എന്നിവ പുറപ്പെടുവിച്ച ഔദ്യോഗിക ഉത്തരവുകളും മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങൾ നൽകുന്നത്. യഥാർത്ഥത്തിൽ അർഹരായവർക്ക് മാത്രം സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2026 പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. 2026 കേരള ക്ഷേമ പെൻഷൻ പദ്ധതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യതാ മാനദണ്ഡം വാർഷിക കുടുംബ വരുമാന പരിധിയാണ്. അപേക്ഷകന്റെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം. വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ് ആണ് ഇതിന്റെ പ്രധാന രേഖ. വരുമാന പരിധി കടക്കുന്നവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല. വരുമാനം പരിശോധിക്കാൻ സാമൂഹ്യ സുരക്ഷാ മിഷൻ ഓരോ വർഷവും വാർഡ് തലത്തിൽ ക്യാമ്പുകൾ നടത്തുന്നു. കൃഷി, കൂലി, ചെറുകിട കച്ചവടം എന്നിവയിൽ നിന്നുള്ള വരുമാനം എല്ലാം കണക്കിലെടുക്കും. ബാങ്ക് അക്കൗണ്ടിലെ വാർഷിക ഇടപാടുകൾ കൂടി പരിശോധിച്ചാണ് വരുമാനം ഉറപ്പാക്കുന്നത്. അതിനാൽ വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യമായി സമർപ്പിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇനി അപേക്ഷകൻ സാമ്പത്തികമായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നവനായിരിക്കണമെന്നത് രണ്ടാമത്തെ പ്രധാന മാനദണ്ഡമാണ്. സ്വന്തമായി വരുമാന മാർഗമുള്ളവർക്ക് പെൻഷൻ അർഹതയില്ല. മക്കൾ, ഭർത്താവ്, ഭാര്യ എന്നിവരുടെ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് പെൻഷൻ നിഷേധിക്കപ്പെടും. പക്ഷെ മക്കൾ വിദേശത്തോ മറ്റ് സംസ്ഥാനത്തോ ആണെങ്കിൽ അവരുടെ വരുമാനം കണക്കിലെടുക്കില്ല. കിടപ്പുരോഗികൾ, തനിച്ചു താമസിക്കുന്ന വൃദ്ധർ, ആരും നോക്കാത്ത വിധവകൾ എന്നിവർക്ക് ഈ മാനദണ്ഡങ്ങളിൽ ഇളവുണ്ട്. അപേക്ഷയിൽ ആശ്രിതത്വം വ്യക്തമായി രേഖപ്പെടുത്തണം. വാർഡ് മെമ്പറുടെ ശുപാർശ കത്തും ഇതിനൊപ്പം നൽകേണ്ടതുണ്ട്. ഇനി അടുത്തത് തൊഴിൽ പെൻഷൻ നിലയാണ് മൂന്നാമത്തെ നിർണായക മാനദണ്ഡം. സർക്കാർ ജീവനക്കാരായോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരായോ വിരമിച്ച് സർവീസ് പെൻഷൻ ലഭിക്കുന്നവർക്ക് ക്ഷേമ പെൻഷൻ അർഹതയില്ല. ആദായ നികുതി അടയ്ക്കുന്നവർക്കും പെൻഷൻ ലഭിക്കുകയില്ല. പക്ഷെ കാർഷിക തൊഴിലാളി പെൻഷൻ, കർഷക പെൻഷൻ, വിധവാ പെൻഷൻ പോലെയുള്ള മറ്റ് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നവർക്ക് വീട്ടമ്മ പെൻഷൻ ലഭിക്കുകയില്ല. ഒരാൾക്ക് ഒരു പെൻഷൻ മാത്രമേ നിയമപ്രകാരം അനുവദിക്കൂ. പെൻഷൻ നിർത്തലാക്കുന്നതിന്റെ പ്രധാന കാരണം ഇരട്ട പെൻഷൻ കണ്ടെത്തലാണ്. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഡാറ്റാബേസ് എല്ലാ വകുപ്പുകളുമായും ലിങ്ക് ചെയ്തിരിക്കുന്നതിനാൽ ഇരട്ട പെൻഷൻ എളുപ്പം കണ്ടെത്താനാകും. ഇവിടെ ആസ്തിയുടെ പരിധി 2026 കർശനമാക്കിയിട്ടുണ്ട്. അപേക്ഷന്റെ പേരിൽ 2 ഏക്കറോ അതിൽ കൂടുതലോ സ്ഥലമുണ്ടെങ്കിൽ പെൻഷൻ ലഭിക്കുകയില്ല. വീടും പറമ്പും കൂടി 2 ഏക്കറിൽ കൂടിയാൽ അയോഗ്യത ഉണ്ടാവും. പക്ഷേ പട്ടികവർഗ ഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ പരിധിയിൽ ഇളവുണ്ട്. അവർക്ക് 3 ഏക്കർ വരെ സ്ഥലമുണ്ടെങ്കിലും പെൻഷൻ ലഭിക്കും. ഭൂമിയുടെ വിവരങ്ങൾ റവന്യൂ വകുപ്പിന്റെ ഡാറ്റാബേസുമായി താരതമ്യം ചെയ്താണ് പരിശോധിക്കുന്നത്. ബിനാമി ഇടപാടുകൾ വഴി ഭൂമി മറച്ചുവെച്ചാൽ കണ്ടെത്തുമ്പോൾ പെൻഷൻ നിർത്തുകയും തുക തിരികെ ഈടാക്കുകയും ചെയ്യും. വീടിന്റെ വലിപ്പവും നിലവാരവും പരിഗണിക്കുന്നില്ലെങ്കിലും വിശാലമായ പുരയിടമുള്ളവർക്ക് പരിശോധന കർശനമായിരിക്കും. ഇനി വാഹനത്തിന്റെ ഉടമസ്ഥതയും 2026 യോഗ്യതാ മാനദണ്ഡത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ചില 4 ചക്ര വാഹനങ്ങൾ സ്വന്തമായുള്ളവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല. പുതിയ മോഡൽ SUV, വാണിജ്യ ഉപയോഗത്തിലുള്ള വാഹനങ്ങൾ എന്നിവ ഉള്ളവർക്ക് അയോഗ്യത വരും. പക്ഷേ വാഹനത്തിന്റെ പ്രായവും വിപണി മൂല്യവും പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിട്ടുണ്ട്. 15 വർഷത്തിലധികം പഴക്കമുള്ള കാറുകൾ, കേടായ വാഹനങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ ഇളവ് നൽകുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്നു. വാഹന രജിസ്ട്രേഷൻ വിവരങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഡാറ്റാബേസുമായി ലിങ്ക് ചെയ്താണ് പരിശോധിക്കുന്നത്. ബൈക്കും ഓട്ടോറിക്ഷയും ഉള്ളവർക്ക് സാധാരണ അയോഗ്യത വരില്ല. താമസസ്ഥിതിയും പെൻഷൻ യോഗ്യതയെ ബാധിക്കുന്നു. വൃദ്ധസദനങ്ങളിലോ കെയർ ഹോമുകളിലോ താമസിക്കുന്നവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല. അവിടെ ഭക്ഷണവും താമസവും മറ്റെല്ലാ സൗകര്യങ്ങളും സൗജന്യമായി ലഭിക്കുന്നതിനാൽ ക്ഷേമ പെൻഷന്റെ ആവശ്യമില്ലെന്ന് സർക്കാർ കണക്കാക്കുന്നു.
പക്ഷേ വൃദ്ധസദനത്തിൽ സ്വന്തം ചെലവിൽ താമസിക്കുന്നവർക്കും സർക്കാർ സഹായം ഇല്ലാത്തവർക്കും പെൻഷൻ ലഭിക്കും. ഇതിനായി സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കറ്റ് നൽകണം. തെരുവിൽ ജീവിക്കുന്നവർ, ആരും നോക്കാത്തവർ എന്നിവർക്ക് മുൻഗണന നൽകുന്നു. ഇനി അടുത്തത് പ്രായമാണ് അവസാനത്തെ അടിസ്ഥാന യോഗ്യത. സാധാരണയായി അപേക്ഷകർക്ക് 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായം ഉണ്ടായിരിക്കണം. 60 വയസ്സ് തികയാത്തവർക്ക് വാർദ്ധക്യ പെൻഷൻ ലഭിക്കുകയില്ല. പക്ഷേ വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവയ്ക്ക് പ്രായപരിധി കുറവാണ്. വിധവാ പെൻഷന് 50 വയസ്സും ഭിന്നശേഷി പെൻഷന് 18 വയസ്സും മതി. പ്രായം തെളിയിക്കാൻ ജനന സർട്ടിഫിക്കറ്റ്, SSLC ബുക്ക്, ആധാർ കാർഡ് എന്നിവ നൽകണം. പ്രായം തെറ്റായി നൽകി പെൻഷൻ വാങ്ങിയാൽ കണ്ടെത്തുമ്പോൾ കർശന നടപടിയെടുക്കും. ഈ 2026 പരിശോധന പ്രക്രിയ വളരെ കർശനമാക്കിയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട്, സ്ഥലരേഖകൾ, വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ വിശദമായ പരിശോധന നടക്കുന്നു. ഓരോ ഗുണഭോക്താവിന്റെയും ഡാറ്റ ആധാർ, റേഷൻ കാർഡ്, റവന്യൂ, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ ഡാറ്റാബേസുമായി താരതമ്യം ചെയ്യുന്നു. തെറ്റായ വിവരങ്ങൾ നൽകിയവരെ കണ്ടെത്തി പെൻഷൻ നിർത്തുന്നു. മരിച്ച ആളുകളുടെ പേരിൽ പെൻഷൻ വാങ്ങുന്നത് തടയാൻ സിവിൽ രജിസ്ട്രേഷൻ സംവിധാനമായി ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഓരോ വർഷവും നവംബർ, ഡിസംബർ മാസങ്ങളിൽ ജീവൻ തെളിയിക്കൽ നിർബന്ധമാണ്. ബയോമെട്രിക് വെരിഫിക്കേഷൻ നടത്താത്തവരുടെ പെൻഷൻ താൽക്കാലികമായി നിർത്തും. 2026 പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും ശക്തമായി ചർച്ച ചെയ്യുന്നു. നിലവിൽ ക്ഷേമ പെൻഷൻ തുക 2000 രൂപയാണ്. ഇത് 3000 രൂപയാക്കി ഉയർത്തണമെന്ന ആവശ്യം പൊതുജനങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും ശക്തമായി ഉയർന്നിട്ടുണ്ട്. 75 വയസ്സോ 80 വയസ്സോ കഴിഞ്ഞവർക്ക് അധിക സഹായം നൽകണമെന്നും ആവശ്യമുണ്ട്. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 3000 രൂപയും അതിൽ താഴെയുള്ളവർക്ക് 2500 രൂപയും നൽകുന്നതിനെ കുറിച്ച് സർക്കാർ പരിശോധിക്കുന്നു. പക്ഷേ തുക വർദ്ധിപ്പിച്ചാലും യോഗ്യതാ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കുമെന്നാണ് സർക്കാർ നിലപാട്. ഇനി ചിലർക്കൊക്കെ പെൻഷൻ നിർത്തലാക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. മരണം റിപ്പോർട്ട് ചെയ്താൽ അടുത്ത മാസം മുതൽ പെൻഷൻ നിർത്തും. ഇരട്ട പെൻഷൻ കണ്ടെത്തിയാൽ ഉടൻ പെൻഷൻ നിർത്തും. വാർഷിക വരുമാനം 1 ലക്ഷം കടന്നാലും പെൻഷൻ നിർത്തലാക്കും. 2 ഏക്കറിൽ കൂടുതൽ സ്ഥലമുണ്ടെന്ന് കണ്ടെത്തിയാലും ഇതുകൂടാതെ ആദായ നികുതി അടയ്ക്കുന്നവർക്കും പെൻഷൻ നിർത്തലാക്കും. 3 വർഷത്തിൽ കൂടുതൽ തുക പിൻവലിക്കാതെ ബാങ്ക് അക്കൗണ്ട് മരവിച്ചാലും നിർത്തലാക്കും. തെറ്റായ വിവരങ്ങൾ നൽകി പെൻഷൻ വാങ്ങിയാൽ നിർത്തുകയും തുക തിരികെ ഈടാക്കുകയും ചെയ്യും. പെൻഷൻ നിർത്തിയവർക്ക് കാരണം SMS വഴി അറിയിക്കും. വീണ്ടും അർഹതയുണ്ടെങ്കിൽ പുതിയ അപേക്ഷ നൽകാനായിട്ടും സാധിക്കുന്നതാണ്. 2026 പുതിയ അപേക്ഷ നൽകുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവയാണ്. സേവനതളം പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷിക്കാം. അക്ഷയ സെന്റർ വഴിയും അപേക്ഷ സമർപ്പിക്കാം. ആധാർ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, പ്രായം തെളിയിക്കുന്ന രേഖ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപേക്ഷ നൽകിയ ശേഷം 45 ദിവസത്തിനുള്ളിൽ അംഗീകാരം ലഭിക്കും. ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം. ജോയിന്റ് അക്കൗണ്ട് ഒഴിവാക്കി വ്യക്തിഗത അക്കൗണ്ട് മതിയാകും. ഇനി അവസാനമായി പറയാനുള്ളത് 2026 കേരള ക്ഷേമ പെൻഷൻ പദ്ധതികൾ യഥാർത്ഥത്തിൽ അർഹരായവർക്ക് മാത്രം സഹായം എത്തിക്കുന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. വാർഷിക വരുമാനം 1 ലക്ഷം പരിധി, 2 ഏക്കർ ഭൂമി പരിധി, സർവീസ് പെൻഷൻ ഇല്ലായ്മ, ആദായ നികുതി അടയ്ക്കാത്തവർ, 60 വയസ്സ് പ്രായം എന്നിവയാണ് പ്രധാന യോഗ്യതാ മാനദണ്ഡങ്ങൾ. പരിശോധനാ പ്രക്രിയ കർശനമാക്കിയതിനാൽ അയോഗ്യരായവർ പുറത്തുപോകും. അർഹരായവർക്ക് കൃത്യമായി പെൻഷൻ ലഭിക്കും. പെൻഷൻ തുക 3000 ആക്കി ഉയർത്താനുള്ള സാധ്യത നിലനിൽക്കുന്നു. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് അധിക സഹായവും പരിഗണിക്കുന്നു. ഗുണഭോക്താക്കൾ വാർഷിക ജീവൻ തെളിയിക്കൽ മുടക്കരുത്. ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യണം. പെൻഷൻ സംബന്ധമായ പരാതികളുണ്ടെങ്കിൽ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ടോൾ ഫ്രീ നമ്പറായ 1800 425 2939 വിളിക്കാം. വ്യാജ വാർത്തകൾ വിശ്വസിക്കാതെ ഔദ്യോഗിക വിവരങ്ങൾ മാത്രം സ്വീകരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷനാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ചാനലിൽ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.